കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ കാണുന്നതാ. ബോംബെയുടെ ഏത് മുക്കിനും മൂലയിലും ഉണ്ട് ഒരു റൗഡി. അവന്മാർക്ക് റാമോളി ജീവിക്കാനാ ഇവിടെ ഉള്ളവരുടെ വിധി. അബ്ബാസ് അലി അല്ലെങ്കിൽ അവനെ പോലെ വേറൊരു തൊട്ടി. ഇതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പേടിച്ചോടാൻ തുടങ്ങിയാലേ ബോംബെ മുഴുവൻ കിടന്ന് ഓടാനേ സമയം കാണും. വാചകം അടിക്കാൻ എല്ലാവരും ഉണ്ട്. ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. തല്ലുകൊണ്ട് ചാവുന്നതിന് പട്ടിണി കിടന്ന് ചാവുന്നതിനെക്കാട്ടിലും അന്തസ്സുണ്ട്. നീയൊക്കെ എൻ്റെ കൂടെ നിൽക്കാം. ആരില്ലെങ്കിലും ഞാൻ നിൽക്കാം. ചുമ്മാ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. കാശുണ്ടാക്കാനുള്ള വല്ല പണിയും തുടങ്ങണം. എന്ത് പണി? ചുരുങ്ങിയ ചെലവിൽ 10 കാശുണ്ടാക്കാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ചാരായം വാറ്റാനോ? അല്ല, കുടിക്കാൻ. സാധനം ഉണ്ടാക്കി തന്നാ മതി, കൊണ്ടുപോയി കച്ചവടമാക്കി കാശുണ്ടാക്കി തരുന്നതിന് ഞാൻ ഏറ്റു. പോലീസ് പിടിച്ചാലോ? അബ്ബാസ് അലിയും പോലീസും ശാപ്പാടും എല്ലാം കൂടെ നടക്കില്ല. റെഡി ആണെങ്കിൽ പറ, തുടങ്ങാനുള്ള കാശ് ഞാൻ ഒപ്പിക്കാം. ഏയ് അത് വേണ്ട. വല്ല കള്ളക്കടത്തും. എന്തോന്ന് എടുത്തു വെച്ച് കടത്തും? കള്ളക്കടത്തും. നീ പറഞ്ഞ തന്നെ മതി. ചാരായെങ്കിൽ ചാരായം. ഒരു ജോലിയില്ലാതെ ഇനിയും നിങ്ങൾക്കൊക്കെ ഒരു ഭാരമായി ജീവിക്കാൻ വയ്യ. വീട്ടിലെ സ്ഥിതിയാണെങ്കിൽ വളരെ കഷ്ടം. പാവ എൻ്റെ അമ്മ തൂത്തുവാരിയും പാത്രം മുറിയും പഠിപ്പിച്ചതാ മോനെ ഒരു എഞ്ചിനീയർ ആക്കാൻ. താൻ മരിച്ചാൽ അത് മാറുവോടോ? ഗോവിന്ദൻകുട്ടി തന്നോട് വഴക്കിടുന്നതിൻ്റെ കാര്യം എനിക്കിപ്പം മനസ്സിലായി. ഗതി കെട്ടാലും ഉടുപ്പൊലയുന്ന പണി ചെയ്യാൻ തനിക്ക് മടിയാണ്, ദുരഭിമാനം. മോഹിച്ച ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി മറ്റൊന്ന് കണ്ടെത്തണം. ചീപ്പ് മാനുവൽ ലേബർ ആണെങ്കിലും. ഞാൻ എന്തും ചെയ്യാം. എങ്കിൽ ജോലി ഞാൻ തരാം. ഡിഗ്രിയും സർട്ടിഫിക്കറ്റും ഒന്നും ആവശ്യമില്ല. പക്ഷെ കോട്ടും സൂട്ടും ഒന്നും ഇടാൻ പറ്റില്ല. ദേഹം അനങ്ങി പണി ചെയ്യേണ്ടി വരും. എന്താ ഇത്? ഇനി ഇതായിട്ട് എന്തിനാ ബാക്കി? നിന്റെ അമ്മ തൂത്തും തുടച്ചും കഷ്ടപ്പെട്ടത് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ലേ? പഠിച്ചത് എന്തെങ്കിലും ഉപകരിക്കും. എത്ര കന്നാസ് റെഡി ആയിടേ? 3 കന്നാസ് റെഡി. 3 എണ്ണോ? വെളുപ്പാങ്കാലം തുടങ്ങിയല്ലേ? ഇത്രയാണല്ലോ. ഇവിടെ കിടന്ന് തല്ലുകൂടാനാണ് പരിപാടിയെങ്കിൽ ഞാനിതെല്ലാം പൂട്ടിക്കെട്ടി എൻ്റെ പാട്ടിന് പോകും. മാട്ടുങ്കയിലൊക്കെ ഉള്ള നാരങ്ങ റെഡിയാ. നീ എടുത്ത് വണ്ടി കയറ്റ. എന്താടാ കാർലി? ചോദിച്ച കേട്ടില്ലേ? അത് ഞങ്ങളറിയാതെ പുതിയ കച്ചവടമൊക്കെ തുടങ്ങിയിരിക്കാനല്ലടാ. നീയാണോ ഇവരുടെ പുതിയ നേതാവ്? എത്ര നാളാണ് ഇത് തുടങ്ങിയിട്ട്? എത്ര കാശുണ്ടാക്കിയടാ? എന്താടാ വായന നാക്കില്ലേ? ആരൊക്കെയാണ് ചിങ്കിടികള്? പറയടാ, പറയാൻ പറയടാ പട്ടി. എടാ എന്താ കുട്ടി കാട്ടിയത്? മനുഷ്യനെ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? അബ്ബാസ് അലിയോട് ആളെ അടിച്ചവങ്ങളെ യാരെയെങ്കിലും ഉയരോടെ വിട്ടതല്ലേ? അയാൾ അറിഞ്ഞാ പിന്നെ ഇവിടെ ചോര കളമായിരിക്കും. झगड़ा करने से पहले ये भी सोचना था कि दूसरों को भी तकलीफ होगी. അബ്ബാസ് ഇവിടെ വന്നിറങ്ങിയ നിങ്ങളെ മാത്രമല്ല ഞങ്ങളെ വെച്ചേക്കില്ല. എത്ര നാൾ അവന്മാരുടെ തല്ലുകൊണ്ട് ഇങ്ങനെ ജീവിക്കും? ഇത്രയും നാൾ ഞങ്ങൾ ഇങ്ങനെയല്ലേ ജീവിച്ചോണ്ടിരുന്നത്? മര്യാദയ്ക്ക് അവര് ചോദിക്കുന്നതും കൊടുത്തോണ്ടിരുന്നാലേ ഒരു കുഴപ്പം ഉണ്ടാവില്ല. കഷ്ടപ്പെടാൻ നമ്മൾ ബോസിന് സൂക്ഷിക്കാൻ അവന്മാരും അല്ലേ? നീ മിണ്ടി പോവരുത്. എല്ലാത്തിന്റെയും ശവം ഉടനെ കാണാം. ആരുടെയും ശവം ആരും കാണാൻ പോകുന്നില്ല. അബ്ബാസ് അലി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയി അയാളെ കണ്ടോളാം. കൊന്നാലും തിന്നാലും എന്നെയല്ലേ ആവുള്ളൂ. ആയിക്കോട്ടെ, തെറ്റ് ചെയ്തത് ഞാനല്ലേ. ശിക്ഷ ഞാൻ മാത്രമായിട്ട് അനുഭവിച്ചോളാം.
क्या? अब्बास है? यहीं ठहरो। साहब, कोई मिलने को आया है? सलाम साहब। நான் அங்கே வரலான்னு தான் இருந்தேன். அதுக்கு முன்னாடி நீ இங்கே வந்தது ரொம்ப நல்லதாக போச்சு. ക്ഷമിക്കണം, അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ മാത്രമാണ്. മറ്റാർക്കും അതിൽ യാതൊരു പങ്കുമില്ല. मैंने तेरे को 48 घंटे की मोहलत दी, लेकिन तूने ये शहर नहीं छोड़ा. मेरे इजाज़त के बगैर तूने दारू का धंधा शुरू किया और मेरे आदमी को मारा. ये मेरी गलती थी कि मैंने मेरे दुश्मन को जीने का मौका दिया. ആരെ എതിർക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. കയ്യിലുള്ള കുറച്ച് കാശ് വെച്ച് ജീവിക്കാൻ വേണ്ടി ഒരു പണി ചെയ്യുന്നു എന്ന് മാത്രം. കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല. അതിൻ്റെ പിഴയായിട്ട് ആഴ്ചയിൽ 2000 രൂപ വെച്ച് എനിക്ക് തന്നോളണം. അത്രയും കാശൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. ரொம்ப பேசுன ரேட்டிന് ஏறிடும். അബ്ബാസി, अरे चुप! ये जुर्माना सिर्फ तेरे वास्ते नहीं है, ये उन लोगों के वास्ते है जो लोग मेरे को तेरे कारोबार के बारे में नहीं बताया. उन सब लोगों को भी जुर्माना भरना पड़ेगा. അബ്ബാസിനെ അറിയിക്കാതെ കച്ചവടം തുടങ്ങിയതാ പോട്ട്. അയാളുടെ മെക്കെട്ട് കയറാനും കൂടെ തുടങ്ങിയാലോ? ഡാടാ, നീ വലിയ വായൊന്നും അടിക്കണ്ട. അവന്റെ ദേഹത്തോടരുത്, അടിച്ചതിന്റെ ചെവിക്കുരിച്ചോളെ. വിടുശേഖരേ, നിങ്ങൾ എന്നെ ചൊല്ലി തകരാറൊന്നും വേണ്ട. അബ്ബാസിന് 2000 രൂപ കൊടുക്കാൻ പറ്റില്ല, അത്രയല്ലേ ഉള്ളൂ? ആ, അത്രേ ഉള്ളൂ. പിന്നെ എത്ര കൊടുക്കാം? 500 രൂപ താൻ കൊടുത്തിട്ടിരുന്നോ? അത് കൊടുത്താൽ മതി. അതിന് അബ്ബാസ് സമ്മതിക്കണ്ടേ? ഞാൻ സമ്മതിപ്പിച്ചോളാം. ഗണപതി പൂജയുടെ അന്ന് കാശ് കൊടുക്കാമെന്നാണ് ഞാൻ ഏറ്റിരിക്കുന്നത്. നിങ്ങൾ കാശ് എൻ്റെ കയ്യിൽ തന്നാൽ മതി. സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ തെരുവിലേക്ക് വരില്ല. പോരെ? क्या हुआ? ഒരിക്കൽ ജയിലിൽ പോയപ്പോഴെങ്കിലും നീ നന്നാവെന്ന് വിചാരിച്ചു. എന്താണ് പൊട്ടിച്ചേ? 5 ദിവസമായി ആഹാരം കഴിച്ചിട്ട് നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ये किसका है? मेरा है. അങ്ങോട്ട് വന്ന നിങ്ങൾ കേട്ടില്ലെന്നറിയാം. കിടന്നിരുന്ന പുര വരെ വിട്ടിട്ടാണ് ദുബായി പോവാൻ ഞാനിവിടെ വന്ന് പണം മുഴുവൻ വാങ്ങി അവരെന്നെ പറ്റിച്ചു. എന്റെ കത്തും പണം സ്വപ്നം കണ്ട് പട്ടിണി കിടക്കുന്നൊരു കുടുംബമുണ്ട് നാട്ടില്. നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ഞാനെന്താ വേണ്ടേ? ഹായ്. ഹാർബറിൽ നേവിക്കാരിറങ്ങിയ നിനക്ക് കോളാ. ഓട്ടം കിട്ടുമല്ലോ ഫസ്റ്റ് സീറ്റിലേക്കും അതുപോലെ പെണ്ണുങ്ങളോടത്തേക്കെല്ലാം. ആ ടൈപ്പ് ചൊക്ലി നേവി അല്ല ഈ സായിപ്പ്. ക്യാപ്റ്റനാ ഇറ്റാലിയൻ ഷിപ്പില്. ഹരി, കഴിഞ്ഞു കേട്ടോ. ഇന്ന് അത്രേ കാണൂ. കൊളാബ ഏരിയയിലേക്കുള്ളത് നാളെ കൊടുത്തയക്കാം കാലത്ത്. കാലത്ത് സായിപ്പിന്റെ ഓട്ടം ഉണ്ടായിരുന്നു. ലോങ് ട്രിപ്പാ, പറഞ്ഞ കാശ് കിട്ടും. ഒന്നുകിൽ ഈ പണി ചെയ്യണം, അല്ലെ സായിപ്പിന്റെ ഗണപതി പൂജ വരെ തന്നെയാ. അത് കഴിഞ്ഞ് ഈ കച്ചവടം ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല.